എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മളുടെ കക്കാടംപൊയിൽ നിന്നും കോയിപ്പാറ വാട്ടർഫാൾസിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ നായടംപൊയിൽ ഭാഗത്ത് നമുക്കറിയാം ചുമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് കക്കാടംപൊയിലിൻ്റെ ഇവിടെ മീൻ ഫാക്ടറിയാണ്. മീൻ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ പരപ്പനങ്ങാടി നിന്നൊക്കെ താന്നൂര്, ചാലിയം, അങ്ങനെ ബീച്ചേരി എന്നൊക്കെ കൊടുന്ന് ഇവിടെ പൊടിമീൻ പൊടിച്ച് അതിൻ്റെ എണ്ണ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അത് കക്കാടംപൊയിൽ അതിൻ്റെ ഫാക്ടറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയോര ഹൈവേ വരുന്ന റോഡാണിത്. ഇപ്പോൾ അതിൻ്റെ വർക്ക് നിലമ്പൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ റോഡൊക്കെ റബ്ബറൈസ്ഡ് റോഡായി മാറുന്നതാണ്. കക്കാടംപൊയിലിൻ്റെ ഭംഗി കണ്ടിട്ടുണ്ട്. മലമേഖലകൾ അത് കോടമഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇതൊരു റിസോർട്ടാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ തെങ്ങ് കവുങ്ങൊന്നുമല്ല. ഇവിടെ ആദ്യം കവുങ്ങ് കൃഷിയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ ജാതി, അതുപോലെ തന്നെ കൊക്കോ, അങ്ങനെ മിക്സ്ഡ് കൃഷികളാണ് ഇവിടെ ഉള്ളത് ഈ പ്രദേശത്ത്. അതെല്ലതും ഉണ്ട്. ഇപ്പം ഇപ്പം ചക്ക, അതുപോലെ തന്നെ പറങ്കിമാവ്, കാപ്പി, കുരുമുളക്, ഏലം, ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഇവിടെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതൊന്നും കൂടുതലായിട്ടുള്ള പ്ലാന്റേഷൻ അല്ല, കുറഞ്ഞ പ്ലാന്റേഷനുകളാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ നമ്മുടെ കക്കാടംപൊയിൽ പ്രദേശം അല്ലെങ്കിൽ കക്കാടംപൊയിലിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ നേരെ കാണുന്ന ആ കുരിശുമല തന്നെയാണ്. കുരിശുമല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും സംഗമിക്കുന്ന ഒരു പ്രദേശമാണ് കക്കാടംപൊയിൽ. ആ കക്കാടംപൊയിലിൻ്റെ 2 പഞ്ചായത്തുകൾ, 3 പഞ്ചായത്ത് വരുന്നുണ്ട്. മലപ്പുറം ജില്ലേൻ്റെ ഊർങ്ങാട്ടിരി പഞ്ചായത്തും, അതുപോലെ തന്നെ നമ്മുടെ ചാലിയാർ പഞ്ചായത്ത്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലേൻ്റെ കൂടഞ്ഞി പഞ്ചായത്ത്. ഇതിപ്പോൾ നമ്മളത് കടന്നു പോകുന്നത് ഏകദേശം മലപ്പുറം ജില്ലയിലൂടെയാണ്. ഇവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിലും ഹോം സ്റ്റേ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ താമസത്തിന് അനുയോജ്യമായിട്ടുള്ളത്. ആ കാണുന്ന മലയാണ് നമുക്ക് കുരിശുമല എന്നറിയപ്പെടുന്നത്. അതിൻ്റെ മുകളിലേക്ക് നടന്നിട്ട് കയറാവുന്ന ദൂരമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മളെ ഈ പ്രദേശത്തു നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ 5 മണിക്ക് 5-5:30 മണിക്കൊക്കെ കോളേജിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഉള്ള പിള്ളേർ വന്ന് ആ മണ്ടയിൽ നമുക്ക് കാണാം അങ്ങനെ ഒരു സ്പോട്ട്. ആ സ്പോട്ട് എല്ലാവർക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസായിട്ട് ഒരുപാട് വന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ എല്ലാവരും കക്കാടംപൊയിലൊക്കെ വരികയാണെങ്കിൽ 100% നമ്മുടെ ഈ കുരിശുമല പോലത്തെ സംഭവങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമാണ് നമ്മുടെ വാട്ടർഫാൾസ്. കോയിപ്പാറ വാട്ടർഫാൾസ് എന്നറിയപ്പെടുന്ന സ്ഥലം നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 500 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇവിടെ വന്ന സഞ്ചാരികൾക്ക് കാണാവുന്ന സംവിധാനങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കക്കാടംപൊയിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്കോമഡേഷൻ സൗകര്യമോ ഫുഡോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ എൻ്റെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ നമ്പർ നമ്മുടെ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.